ബേസിൽ ജോസഫ്, നസ്രിയ നസീം തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി MC ജിതിൻ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള സിനിമയായിരുന്നു സൂക്ഷ്മദർശൻ എന്ന് പറയുന്ന സിനിമ. നവംബർ മാസം 22-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം വിജയകരമായിട്ട് പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിനെക്കുറിച്ച് നോക്കിയാൽ നവംബർ മാസം 22-ാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമാണ് സൂക്ഷ്മദർശൻ എന്ന് പറയുന്ന സിനിമ. 3 ആഴ്ച കൊണ്ട് തന്നെ ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ വർഷത്തെ വിജയ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സുകളും പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററിലുള്ള വൻ വിജയം OTT ആവർത്തിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം ന്യൂ ഇയറോ അല്ലെങ്കിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്താനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ചിത്രം റിലീസ് ചെയ്ത് 30 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ചിത്രത്തിന്റെ OTT റിലീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഡിസംബർ മാസം 25-ാം തീയതി 27-ാം തീയതി ഒരുപക്ഷെ 2-ാം തീയതി അതായത് അടുത്ത വർഷം അതായത് ജനുവരി മാസം 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ട് അതായത് ഡിസംബർ മാസം അവസാനം അല്ലെങ്കിൽ ജനുവരി മാസം ആദ്യത്തോടു കൂടിയോ നമുക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ ഡേറ്റ് കൺഫേം ആയില്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെയായിട്ടാണ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമേനെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം തിയേറ്ററുകളിൽ വിജയിച്ച പോലെ തന്നെ വലിയൊരു വിജയമായിട്ട് OTT മാറുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ബേസിൽ നസ്രിയെ കൂട്ടുകെട്ടിൽ ഒന്നിച്ച സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം നിങ്ങൾ എത്ര വരെയാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.